അന്ന് കേരളത്തിൽ മുഴുവൻ ആശങ്ക സൃഷ്ടിച്ച ഒരു പെൻസിൽ വരയുടെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാൻ തോന്നി, അത്രയേ ഉള്ളൂ. മന്ത്രി മുകളിൽ കയറേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് പിന്നീട് കാര്യം മനസ്സിലായി. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഒരു സംഭവമെങ്കിൽ ആദ്യം ഞാൻ തന്നെയായിരിക്കും അത് പരിശോധിക്കുക. ഇതൊക്കെ എൻ്റെ വീട് പോലെ പ്രിയപ്പെട്ടതാണെന്നുള്ളത് കൊണ്ട് ഒരു വീട്ടുകാരുടെ ഗൗരവം ഞാൻ അക്കാര്യത്തിൽ കാണിച്ചു എന്ന് മാത്രം. ഇപ്പൊ ഞാൻ വന്നിട്ട് ഈ വീട് തന്നെ കാണണം എന്ന് പറഞ്ഞത് അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർ കൃത്യമായിട്ടുള്ള എപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തി 10 ദിവസം വെള്ളം കെട്ടിയിട്ടിട്ട് വെള്ളത്തിൽ ഒരു പ്രശ്നവുമില്ല, വെള്ളം കിനിയുന്നില്ല എന്നെല്ലാവരെയും ബോധ്യപ്പെടുത്തിയായി പറഞ്ഞു. എത്ര ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകളാണ് ചില ആളുകൾ ഇറക്കിയത്. കരാറ് കമ്പനിയെ സംരക്ഷിക്കാനാണ് അവർക്ക് വിടുവേല ചെയ്യണം. എന്ത് കാര്യം? കരാറ് കമ്പനി ഈ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കരാറ് കമ്പനി ഇത് വീട്ടേണ്ടി വരും. ഇപ്പൊ തീരുമാനിച്ചതല്ല, നേരത്തെ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഡിഫക്റ്റ് ലയബിലിറ്റി കംപ്ലൈന്റിനെ കുറിച്ച് കൃത്യം ധാരണ ഉണ്ടാക്കിയതാണ്. വീടുകൾക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല എന്നറിയുന്നതിൽ വളരെ സന്തോഷം. 3 തരത്തിലുള്ള പരിശോധനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ULCCയുടെ എഞ്ചിനീയർമാർ, ULCCയും കിഫ്കോണും സംയുക്തമായി, ULCCയും കിഫ്കോണും ഗുണഭോക്താക്കളും ഒരുമിച്ച് ഇനി എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അതുമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം താക്കോല് കൈമാറുക. താക്കോല് കൈമാറിയാലും ഡിഫക്റ്റ് ലയബിലിറ്റി നിലനിൽക്കും. 7 കൊല്ലം മുതൽ 20 കൊല്ലം വരെ ഓരോ ഇനത്തിനും പെയിന്റിനുൾപ്പെടെ ഉള്ള ഗ്യാരണ്ടി നിലനിൽക്കും. ആളുകൾക്കെല്ലാം വളരെ സംതൃപ്തിയോടെ കാണാൻ പറ്റും. ചില ആളുകളൊക്കെ ചോദിച്ചു, മന്ത്രിസ്ഥാനം കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് വരുമോ? എപ്പോഴും വരും. കാരണം ഇതെൻ്റെ വീട് പോലെ, എൻ്റെ വീട്ടുകാരെ പോലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരോടൊപ്പം കൂടി നിൽക്കുന്നത് മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും ഫാൻറ്റസിക്ക് വേണ്ടിയല്ല, അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അവരോടൊപ്പം നിന്ന ഒരാൾ എന്ന നിലയിലാണ്. ഒരാശങ്കയും ആർക്കും വേണ്ട. കാരണം കൃത്യം പരിപാടി തയ്യാറാക്കിയിട്ടാണ് പോകുന്നത്. ആരും അട്ടിമറിക്കും എന്ന് പേടിക്കുകയും വേണ്ട. വളരെ കൃത്യമാണ്. അതിനൊന്നും വേറെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകും എന്ന് ധാരണയും വേണ്ട. എപ്പോഴും ഒരുമിച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് ഇനിയും ധാരാളമായി വന്നുകൊണ്ടേയിരിക്കും. ടൗൺഷിപ്പിൽ എന്തായാലും സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ചല്ലോ. ഈ ടൗൺഷിപ്പിന്റെ ഒരു ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക മന്ത്രി എന്ന നിലയിലുണ്ടോ? ഇപ്പൊ നിലവിലില്ല. ടൗൺഷിപ്പിനെ സംബന്ധിച്ച കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും അനുഭവത്തിന്റെയും എല്ലാവരുടെയും ധാരണയുടെയും പുറത്താണ്. അത് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാറുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യും, മാറിയാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ പ്രസക്തമല്ല. ഞങ്ങളിവിടെ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാവുന്നതാണ്.